ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മേക്കപ്പ് ഇട്ട് വരാനൊന്നും നേരമില്ല കേട്ടോ, കിട്ടുന്ന സമയത്ത് എടുത്താണ്. കാരണം ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം എന്തോ ആണ്. അപ്പം ഭയങ്കര സൗണ്ടാണ് പാട്ട്. രാവിലെ തൊട്ട് ഞാൻ നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ 2 ദിവസം മുന്നേ തുടങ്ങിയതാണ് ഞാൻ എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. പക്ഷേ നടക്കുന്നില്ല. എന്താണെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാട്ടിൻ്റെ സൗണ്ടാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ എല്ലാവർക്കും അറിയാം, ഞാൻ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 4000 വാച്ച് അവർ എനിക്ക് ആയിട്ടില്ല, പക്ഷെ എന്നാൽ 3000 ആയപ്പോൾ എനിക്ക് അപ്ലൈൻ്റെ ഓപ്ഷൻ വന്നു. 4000ൻ്റെ ഓപ്ഷൻ കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പാട്ട് പിന്നെ ഓണായിട്ടോ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ പാട്ടില്ലാത്ത സമയം നോക്കി വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷെ അപ്പോൾ തന്നെ പാട്ട് ഓണായി. ഞാൻ പോയി ജനലൊക്കെ അടച്ചു. ഇനി എന്താവും അറിയില്ല, പാട്ട് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ റീയൂസ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീയൂസ്ഡ് വന്ന സമയത്ത് എനിക്ക് എന്തായാലും 100% അല്ല, ഒരു 90% എനിക്ക് ഉറപ്പ് തന്നെയായിരുന്നു. അപ്പോൾ റീയൂസ്ഡ് വരുന്ന ഉറപ്പായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് റീയൂസ്ഡ് കണ്ടന്റ് വന്നപ്പോൾ എനിക്ക് വലിയ വിഷമമോ സങ്കടമോ ഒന്നും വന്നില്ല കേട്ടോ. കാരണം ബാക്കി എല്ലാവർക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ സങ്കടമായിരിക്കുമല്ലോ, എനിക്കതൊന്നും വന്നില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ റീയൂസ്ഡ് വന്ന ശേഷം നമുക്ക് അപ്പീൽ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ അപ്പീലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പീലിന് കൊടുത്തപ്പോൾ അവരത് പിറ്റേന്ന് തന്നെ കൊടുത്തതിൻ്റെ പിറ്റേന്ന് എനിക്ക് ഇത് വന്നിട്ടുണ്ടായിരുന്നു. മെയിലല്ല, യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റീഅപ്ലൈ ചെയ്യാം മോണിറ്റൈസേഷൻ. അതും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. മോണിറ്റൈസേഷന് റീഅപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനി ഫെബ്രുവരി 1 വരെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പോൾ നമുക്ക് അപ്പീൽ കൊടുക്കുന്നത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയ സമയത്ത് ഇങ്ങനെ അപ്പീൽ കൊടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ പറയണം. അത് ഇംഗ്ലീഷിലുമാണ് കേട്ടോ. അപ്പം ഞാൻ അത്ര ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളൊന്നുമല്ല, അറിയാം അത്ര തന്നെ. അല്ലാതെ ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷുകാർ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ എന്നെക്കൊണ്ട് അറിയില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനൊരു എഴുതി അങ്ങനെയൊക്കെ വെച്ച് ഒരുവിധം ഞാൻ പറഞ്ഞ് ഒപ്പിച്ചു കേട്ടോ. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഞാൻ ലോങ് വീഡിയോയിൽ ഒറ്റ ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ അങ്ങനത്തെ ആ ഒരു വേറെ എൻ്റെതല്ലാത്ത കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷോർട്സിൽ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ വിചാരിക്കുന്നു ഡിലീറ്റ് ആക്കുക, അതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് ഡിലീറ്റ് ആക്കും. എല്ലാം കൂടെ ഒരുമിച്ച് ഡിലീറ്റ് ആക്കിയാൽ നമുക്കത് ചാനലിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് ഡിലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി ചെയ്തു. അന്ന് ഈ നമുക്ക് ആ ലോങ് വീഡിയോ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഏണിൻ്റെ അവിടെ വരുമല്ലോ എന്ന് ധരിച്ച് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ആ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിനായിരുന്നു എൻ്റെ വേറെ ഒരു വീഡിയോസിനും റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു 200 പോലും ഉണ്ടായില്ല. ആ സമയത്ത് ഈ ഒരു വീഡിയോയ്ക്ക് 160K വ്യൂസ് ആണുള്ളത്. എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിഞ്ഞില്ല. ഇല്ലെങ്കിലും അതിന് കയറിപ്പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് എനിക്ക് 3200 വാച്ച് അവറാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോണിറ്റൈസേഷൻ കൊടുത്ത സമയത്ത് അത്രയും ഇല്ലായിരുന്നു. ഇപ്പോൾ 3200 വാച്ച് അവർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണാട്ടോ. അല്ലാതെ എനിക്കിപ്പോൾ ആ ഏണിൻ്റെ അവിടെ വാച്ച് അവറിൻ്റെ അവിടെ എനിക്ക് അറിയുന്നില്ല എത്രയായി എന്നുള്ളത്, എനിക്ക് അറിയുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഡിലീറ്റ് ആക്കിയ പ്രശ്നം കഴിഞ്ഞല്ലോ എന്ന് വെച്ച് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ റീഅപ്ലൈ ചെയ്യാമല്ലോ എന്തായാലും. അപ്പോൾ അവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ എഡിറ്റ് ചെയ്തിട്ട് നോക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ എഡിറ്റ് ചെയ്ത് നോക്കാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളത് എനിക്ക് പിന്നെ ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ വെച്ചാൽ ഈശ്വര ഡിലീറ്റ് ആയിപ്പോയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ആയിപ്പോയ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റുമോ. അങ്ങനെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ, യൂട്യൂബിലൊക്കെ നോക്കി എന്ത് ചെയ്യാന്ന്. അപ്പം ഒരു ഐഡിയ കിട്ടി, ഡിലീറ്റ് ആയിപ്പോയ വീഡിയോ എടുക്കാം, നമുക്ക് യൂട്യൂബിൻ്റെ അവരോട് സംസാരിക്കാം. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ അവരുമായിട്ട് മെസ്സേജ് അയച്ചു, നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അത് യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ ഉണ്ട് കേട്ടോ, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചാറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ചാറ്റ് ചെയ്തു, കുറേ 2-3 പേരോട് ഞാൻ ചാറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു പറ്റുന്നില്ല. കുറേ നേരം നോക്കി, പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ലിങ്ക് ഇല്ല. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവരോട് സംസാരിച്ച് എൻ്റെ അടുത്ത് ലിങ്ക് ഇല്ല എന്ന് പറഞ്ഞു. എല്ലാം ഇംഗ്ലീഷിലാണല്ലോ, സംസാരിക്കണമല്ലോ. അങ്ങനെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ലിങ്ക് ഒന്നുമില്ല, ഇങ്ങനെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് അവരെനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു പറ്റുന്നില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല, നിങ്ങളൊന്ന് മെയിൽ അയച്ചു നോക്കൂ എന്ന് പറഞ്ഞു യൂട്യൂബ് ടീമിന്. അങ്ങനെ ഞാൻ യൂട്യൂബിന് മെയിൽ അയച്ചു. മെയിൽ 2-3 അയച്ചു. തിരിച്ചു കിട്ടാൻ സമയത്ത് ഞാൻ 2-3 അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു നേരത്ത് നോക്കുമ്പോൾ എനിക്ക് വീഡിയോ തിരിച്ചു വന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷമായിട്ടോ. കാരണം ആ വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തായാലും റീഅപ്ലൈ കൊടുക്കുമ്പോൾ ആ ഒരു വീഡിയോ വേണമെന്ന് വെച്ചിട്ടാണ് ഞാനത് തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിപ്പം യൂട്യൂബിൽ നിന്ന് ഏത് വീഡിയോ ഡിലീറ്റ് ആയി പോയാലും നമുക്കത് തിരിച്ചു കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അത് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി റീഅപ്ലൈ ചെയ്യണമെങ്കിൽ ഫെബ്രുവരി 1 ആവണം. അപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ റീയൂസ്ഡ് എന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോപ്പിറൈറ്റ് ഉണ്ടോ, അല്ലെ റീയൂസ്ഡ് കണ്ടന്റ് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് ഇന്നേ വരെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോയ്ക്കും വന്നിട്ടില്ല.
പക്ഷേങ്കിൽ കോപ്പിറൈറ്റ് വന്നാലും നമുക്ക് മാറ്റാം. പക്ഷെ റീയൂസ്ഡ് കണ്ടന്റ് ഇപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിച്ചവരടുത്ത് പറയാനുള്ളത്, ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, എനിക്ക് പുതിയതായി ചാനൽ തുടങ്ങിയവർ അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മളതല്ലാത്ത കണ്ടന്റ് എടുത്ത് ഇടാതിരിക്കുക. അതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ബെറ്റർ. അപ്പോൾ അഥവാ ഇടുന്നുണ്ടെങ്കിൽ അത് അത്രയും അറിയുന്നവരോട് ചോദിച്ച് അതിലെന്തെല്ലാം മാറ്റം വരുത്തണം, അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ പാട്ട് മാറ്റിയോണ്ടോ ചിലപ്പോൾ അത് എനിക്കറിയില്ല, റീയൂസ്ഡ് കണ്ടന്റ് തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും മോണിറ്റൈസേഷൻ കൊടുത്ത് കിട്ടിയില്ലെങ്കിൽ വിഷമമായിരിക്കും അല്ലേ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ട് വിഷമം എന്ന് പറയാനൊന്നുമില്ല. കാരണം ആദ്യം 3000 വാച്ചറായപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ, ആയി വെച്ചിട്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നു അത് കിട്ടില്ല എന്ന്, എനിക്ക് 100% ഉറപ്പായിരുന്നു. ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ഞാനത് വെറുതെ ഇട്ടൊരു വീഡിയോ ആണ്. വേറെ ഒരു വീഡിയോ, എൻ്റെ ഏതൊരു വീഡിയോയ്ക്കും ഒരു 200 വ്യൂസ് പോലും കിട്ടിയില്ലെങ്കിലും അതിനിപ്പോൾ 160 എന്ത് കിട്ടാന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് 160 ഒരു 10K എങ്കിലും 2K എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാന്ന് പോലും അറിയുന്നില്ല, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നറിയില്ല. അതാണ് ആ ഒരു വീഡിയോൻ്റെ അവസ്ഥ. കാരണം അതുകൊണ്ട് എനിക്ക് ഉപകാരവുമില്ല, ഉപദ്രവമാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയിപ്പം ഞാൻ മോണിറ്റൈസേഷൻ ഇനി റീഅപ്ലൈ ചെയ്യുന്ന സമയത്ത് മിക്കവാറും അത് ഡിലീറ്റ് ആക്കേണ്ടി വരും. ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ കൊടുക്കാൻ പറ്റില്ല, കാരണം അത്ര വാച്ച് അവർ എനിക്കില്ല. അപ്പം എന്താ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടേതല്ലാത്ത കണ്ടന്റ് ഇടുമ്പോൾ അത് നല്ലോണം അറിയുന്നവരടുത്ത് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അതിലെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടിടുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക. ഇടാനുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നുള്ളത്, ഞാൻ അപ്പീൽ കൊടുത്തതുകൊണ്ട് അവരെന്താണ് ഇതിനെപ്പറ്റി ഇതാക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി അത് 2-3 നമ്മൾ അപ്പീൽ കൊടുത്തെന്ന് വെച്ച് കിട്ടണമെന്നുമില്ല. അപ്പം കിട്ടുന്നൊന്നും എനിക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല. അതിൽ വിചാരിച്ചാൽ സങ്കടപ്പെടുന്നുമില്ല. കാരണം എനിക്കറിയാം എൻ്റെതല്ലാത്ത കണ്ടൻറ്റാണ്. അതിപ്പം ഞാൻ കിട്ടണം എന്ന് വിചാരിച്ച് ഇട്ടതുമല്ല. അതുകൊണ്ട് എനിക്ക് അത്ര ഇതൊന്നും സങ്കടമൊന്നുമില്ല. പക്ഷേങ്കിൽ എൻ്റെ വീഡിയോ റീച്ച് ആവാത്തതുകൊണ്ട് എനിക്കൊരു ഇതുണ്ട്. അത് കയറിപ്പോയിട്ട് എനിക്ക് കാര്യമില്ല. അത് 160-200 ആയാലും എനിക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ട് ആ വീഡിയോ കയറി പോകുന്നതിന് എനിക്ക് സന്തോഷവുമില്ല. എൻ്റെ വീഡിയോ റീച്ച് ആവാത്തതിനാണ് എനിക്ക് സങ്കടമുള്ളത്. അല്ലാതെ അത് മോണിറ്റൈസേഷൻ പോകുന്നതിനോ അതൊന്നുമില്ല കേട്ടോ, എനിക്കില്ല. ഇനിയിപ്പോൾ എൻ്റെതായ വീഡിയോ കിട്ടിയിട്ട് 4000 വാച്ച് അവർ ആയിട്ട് കിട്ടിയാൽ മതി. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കൊണ്ടോ 1.5 കൊല്ലം കൊണ്ടോ, അല്ല 1.5 കൊല്ലം ആവില്ല, 1 കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലും 4000 വാച്ച് അവർ ആക്കാം എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. ഇപ്പം 3 മാസമായപ്പോൾ 4000 വാച്ച് 3000 വാച്ച് അവർ ആയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അത് മോണിറ്റൈസേഷൻ ഇപ്പോൾ റീയൂസ്ഡ് വന്നെന്ന് വെച്ചിട്ട് എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ ആരും നമ്മളതല്ലാത്ത കണ്ടന്റ് എടുത്തിടാതിരിക്കുക, അതാണ് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഷോർട്സിലുള്ള വീഡിയോ മെല്ലെ മെല്ലെ ഡിലീറ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, മെല്ലെ മെല്ലെ ചെയ്യണം. ഇനിയിപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഇനിയും റീയൂസ്ഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിനി ആ ഒരു വീഡിയോ ലോങ് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യും. എന്നെക്കൊണ്ട് ഉപകാരമില്ലല്ലോ ഞാൻ ഡിലീറ്റ് ചെയ്യാനെയും, അതിന് ചാനലിൽ ബാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ നല്ലത്ത കണ്ടന്റ് ഇടാതിരിക്കാൻ ഒന്നും കൂടി പറയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.